ADGP അജിത് കുമാർ വിഷയത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതേറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചു. ഇതേ വിഷയത്തെ തുടർന്ന് CPI ഭിന്നത തുടരുകയാണ്. ADGP അജിത് കുമാറിന്റെ RSS ബന്ധത്തിനെതിരെ ദേശീയ നിർവാഹക കമ്മിറ്റി അംഗം K പ്രകാശ് ബാബു ലേഖനമെഴുതുകയും പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ADGP വിഷയത്തിൽ പ്രകാശ് ബാബുവിന്റെ പ്രതികരണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി. ഇതോടെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും K പ്രകാശ് ബാബുവും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തുവരുന്നത്. CPIക്ക് പാർട്ടി സെക്രട്ടറി കൂടാതെ മറ്റു വാക്താക്കൾ വേണ്ടെന്ന് ബിനോയ് വിശ്വം പറയുന്നു. എന്നാൽ ജനയുഗത്തിൽ ലേഖനം എഴുതുന്നതിന് മുൻപ് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞിരുന്നു എന്നാണ് പ്രകാശ് ബാബുവിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസത്തെ നിർവാഹക സമിതിയിലാണ് രണ്ടു നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുന്നത്. പാർട്ടി നിലപാട് വ്യക്തമാക്കേണ്ടത് സെക്രട്ടറിയാണെന്നും ഒന്നിലധികം പേർ ചേർന്ന് ചെയ്യേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ ADGPയെ മാറ്റണമെന്ന ആവശ്യം ബിനോയ് വിശ്വം LDF യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. റിപ്പോർട്ട് കിട്ടിയ ശേഷം പരിഗണിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. ഇതിന് പിന്നാലെയാണ് ജനയുഗത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ RSS സമ്പർക്കം രാഷ്ട്രീയ പ്രശ്നമാണെന്നും പ്രകാശ് ബാബുവും വ്യക്തമാക്കിയത്. ജനങ്ങളുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന പോലീസുകാർ ജനഹിതത്തിനെതിരായി പ്രവർത്തിച്ചാൽ അവരെ മറ്റു ചുമതലകളിലേക്ക് മാറ്റുന്നതാണ് ഉചിതമെന്നായിരുന്നു ലേഖനത്തിലെ പരാമർശം. മുഖ്യമന്ത്രിയുടെ തീരുമാനം LDF അംഗീകരിച്ച ശേഷം CPI അവതരിപ്പിച്ച പുതിയ വിവാദമായിരുന്നു ഇത് ചിത്രീകരിക്കപ്പെട്ടിരുന്നത്. വിഷയത്തെ നേരിട്ട് അഭിസംബോധന ചെയ്തുവെങ്കിലും എല്ലാവരും വാക്താക്കളാവേണ്ട എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. സെക്രട്ടറിയുടെ വാക്കുകളെ ആരും എതിർത്തിട്ടില്ലെന്നും പിന്തുണച്ച് സംസാരിക്കുകയായിരുന്നുവെന്നും പ്രവർത്തകർ പറയുന്നു. ജനയുഗത്തിലെ ലേഖനത്തെക്കുറിച്ച് അറിയിച്ചിരുന്നുവെന്ന് പ്രകാശ് ബാബു വ്യക്തമാക്കി. ബിനോയ് വിശ്വം ഇത് തള്ളിക്കളഞ്ഞിട്ടില്ല. ADGP MR അജിത് കുമാർ രണ്ട് ഉന്നത RSS നേതാക്കളെ കണ്ടതിൽ വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് DGPയുടെ നിലപാട്. എന്നാൽ മാമി തിരോധാനമടക്കം അൻവർ ഉന്നയിച്ച കേസുകളിൽ അജിത്തിന് വീഴ്ചയുണ്ടായെന്ന വിലയിരുത്തൽ റിപ്പോർട്ടിലുണ്ടായില്ലെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിലും അജിത്തിനെ മാറ്റാതെ പറ്റില്ലെന്ന നിലപാടാണ് ഘടകകക്ഷിയായ CPI സ്വീകരിച്ചത്. ADGP MR അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നത് പ്രതിച്ഛായയെ ബാധിക്കില്ല എന്നും നേരത്തെ തന്നെ നടപടിയെടുക്കണമെന്നായിരുന്നു ഇന്നലെ ചേർന്ന CPI സംസ്ഥാന കമ്മിറ്റിയിലും അഭിപ്രായമുണ്ടായത്. ADGPക്ക് വീഴ്ചയുണ്ടെന്നാണ് വിലയിരുത്തലെന്നും എന്നാൽ നടപടിയെടുക്കുന്നത് DGPയുടെ അന്വേഷണം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആകണമെന്നായിരുന്നു നിലപാടെന്നും നേതൃത്വം അറിയിച്ചു. സമ്മർദ്ദത്തിന് വഴങ്ങി മാറ്റിയെന്ന തോന്നലുണ്ടാകുന്നത് ഗുണം ചെയ്യില്ലെന്നും നേതൃത്വം നിലപാടെടുത്തു. DGPയുടെ അന്വേഷണ റിപ്പോർട്ട് കയ്യിൽ കിട്ടട്ടെയെന്നും അതുവരെ കാത്തിരിക്കാമെന്ന് MV ഗോവിന്ദൻ സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചത്. ഇതിനൊക്കെ ഒടുവിലാണ് ഇന്ന് DGPയുടെ അന്തിമ റിപ്പോർട്ട് സർക്കാരിലേക്ക് എത്താൻ